മരുഭൂമിയിലെ തമ്പുകളിൽ നിന്നും പുലർച്ചെ 5 മണിക്ക് തന്നെ മണൽക്കാടുകളിൽ നിശബ്ദരായി നിന്നിരുന്ന ഒട്ടകങ്ങൾ ചലിച്ചു തുടങ്ങി. ഒറ്റയ്ക്കും ജോഡികളായുമെല്ലാം ഒട്ടകപ്പുറത്ത് ആളുകൾ മരുഭൂമിയുടെ വന്യതയിലേക്ക് സഞ്ചരിച്ചു തുടങ്ങുകയാണ്. സുവർണ നഗരി എന്ന് വിളിപ്പേരുള്ള ജയ്സാൽമിർ അതിന്റെ കോട്ടകളുടെയും ഹവേലികളുടെയും ഭംഗി കൊണ്ട് മാത്രമല്ല, താർ മരുഭൂമിയുടെ വിജനവും വന്യവുമായ സൗന്ദര്യം കൊണ്ടും പ്രസിദ്ധമാണ്. തലേ ദിവസം രാത്രിയിലെ മരുഭൂവാസം ഉയർത്തിയ ആവേശം മരുഭൂമിയിലെ സൂര്യോദയം കാണാൻ പുലർക്കാലേയുള്ള പുറപ്പാടാണ്, അതും ഒട്ടകപ്പുറത്ത്. ഒരു കൂട്ടർ ഒട്ടകപ്പുറത്ത് ശാന്തരായി യാത്ര ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് സാഹസികത ഇഷ്ടപ്പെടുന്നവർ കുതിച്ചുപായുന്ന ജീപ്പുകളിൽ മരുഭൂമിയുടെ മണൽത്തിട്ടകളിലേക്ക് ഓടുകയാണ്. ഡ്രൈവർമാർ അതിവിദഗ്ധമായി ജീപ്പ് മണൽക്കൂനകളിലൂടെ അതിവേഗം ഓടിക്കുമ്പോൾ ഹൃദയമിടിപ്പ് പോലും അല്പസമയത്തേക്ക് നിന്നുപോകും. ജീപ്പിനുള്ളിലെ യാത്രക്കാരുടെ ആവേശം ആളിക്കത്തിച്ചുകൊണ്ട് വാഹനം അതിവേഗം മരുഭൂമിയുടെ ഹൃദയത്തിലേക്ക് കുതിച്ചു പായുകയാണ്. ജീപ്പ് മണലിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ പ്രഭാതത്തിന്റെ നിശബ്ദതയും വിശാലതയും നമ്മളെ തെല്ലൊന്നുമല്ല ആകർഷിക്കുന്നത്. ആകാശവും മരുഭൂമിയും മനോഹരമായ ദൃശ്യവിരുന്നാണ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. ശക്തമായ 4x4 ജീപ്പുകളാണ് ഈ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത്. മണൽക്കൂനകളിലൂടെയുള്ള ഈ കുതിച്ചുപായലുകളെ ഡ്യൂൺ വാഷിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഉയരമുള്ള മണൽക്കുന്നിന്റെ മുകളിൽ ജീപ്പ് നിർത്തി. 6 മണി കഴിയാറായി. കിഴക്കൻ ചക്രവാളത്തിൽ നേർത്ത ചുവപ്പ് രാശി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. നിറഭേദങ്ങളുടെ ഒരു പുലർക്കാലം അവസാനം സ്വർണപ്രഭയോടെ സൂര്യനെ പുറത്തു കൊണ്ടുവരും. ഓരോ മണൽത്തരിയും സ്വർണപ്രഭയിൽ കുളിച്ചു നിൽക്കും. മരുഭൂമിയിലെ കപ്പലുകൾ നിഴലുകൾ പോലെ ചലിച്ചു തുടങ്ങുന്നു. അവയ്ക്ക് മുകളിലുള്ള ആളുകളും മണലാരണ്യവും ഒരു മനോഹരമായ പെയിന്റിംഗ് പോലെ കാണപ്പെടും. ഓരോ സഞ്ചാരിയും സന്തോഷവാനാണ്. മരുഭൂമി നൽകിയ മായ കാഴ്ചകളിൽ മുങ്ങി നിൽക്കുകയാണവൻ. എത്ര വന്യവിജനമാണെങ്കിലും പ്രകൃതി എത്രമാത്രം സുന്ദരമാണെന്ന് ഓരോ യാത്രക്കാരനും ഓർമ്മിക്കുകയാണ് ഈ ജയ്സാൽമർ യാത്രയിലൂടെ.